T20 ലോകകപ്പിൽ ഇന്ത്യയുമായുള്ള മത്സരം ബഹിഷ്കരിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം പാളിയതായി റിപ്പോർട്ട്. തീരുമാനത്തിന് പിന്തുണ തേടി ICCയുടെ ബോർഡ് അംഗങ്ങളായ രാജ്യങ്ങളുടെ പ്രതിനിധികളെ പാകിസ്ഥാൻ സമീപിച്ചെങ്കിലും പിന്തുണ കിട്ടിയില്ല. പാകിസ്ഥാൻ സർക്കാർ സോഷ്യൽ മീഡിയയിലൂടെ ബഹിഷ്കരണ പ്രഖ്യാപനം നടത്തിയിട്ടും വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ PCB തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അടുത്തിടെ നടന്ന അണ്ടർ-19 ലോകകപ്പിലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. PCBയിൽ നിന്ന് ആ സമയത്ത് യാതൊരുവിധ പ്രതിഷേധമോ ബഹിഷ്കരണമോ ഉണ്ടായിരുന്നില്ല. ഫെബ്രുവരി 15-ന് തന്നെ ബാങ്കോക്കിൽ നടക്കുന്ന റൈസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് മത്സരത്തിൽ പാകിസ്ഥാൻ വനിതാ എ ടീം ഇന്ത്യ എ ടീമിനെതിരെ കളിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള യാതൊരു തീരുമാനവും PCB സ്വീകരിച്ചിട്ടില്ല. ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യക്കെതിരെയായ മത്സരം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. എന്നാൽ ഈ വാദത്തിൽ യാതൊരു കഴമ്പുമില്ലെന്ന് മറ്റു ക്രിക്കറ്റ് ബോർഡുകൾ തുറന്നടിച്ചു. ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന പാകിസ്ഥാന്റെ വാദം ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഈ പ്രതിസന്ധി മറ്റു ക്രിക്കറ്റ് ബോർഡുകൾ കാണുന്നത് ICCയുടെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ടു പോയാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് സാമ്പത്തികമായി തകരും. ഏകദേശം 300 കോടിയിലധികം രൂപ പാക് ക്രിക്കറ്റ് ബോർഡ് പിഴയൊടുക്കേണ്ടി വരുമെന്നും റിപ്പോർട്ടിലുണ്ട്. ഇന്ത്യക്കെതിരെയായ മത്സരം ബഹിഷ്കരിച്ചാൽ പാകിസ്ഥാന് ലോകകപ്പ് പോയിന്റുകൾ നഷ്ടമാകും. ഭാവി ടൂർണമെന്റുകളിൽ നിന്ന് വിലക്കും നേരിടാം.